ഈ ഗൈസ് അപ്പം ഞാൻ ഇന്ന് ലുലുമാളിൽ പോകാൻ കൂടെ എൻ്റെ ഫ്രണ്ട് അപർണയുണ്ട്. അപർണ ചിരിപ്പിക്കുകയാണ് ഗൈസ് വീഡിയോ എടുക്കാത്തത്. അപ്പോൾ നമ്മൾ പ്രൈവറ്റ് ബസ്സിനാണ് പോയത്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മഴ വന്നു ഗൈസ്. മഴ നമ്മൾ ചതിച്ചു, നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. അന്തരീക്ഷം പെട്ടെന്നായിരുന്നു മാറിയത്. അപ്പോൾ ഞാൻ സോ സാഡ് എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. വീലായിരുന്നു അത്രയും നേരം, പെട്ടെന്ന് എന്നിട്ട് മഴ വന്ന്. അപ്പോൾ ഞാൻ എന്തിനാണ് ലുലുവിൽ പോണേന്ന്. അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ഉണ്ടായിരുന്ന അർജുൻ ശ്രീതുണ്ടല്ലോ, അവരുടെ ഒരു സോങ് റിലീസ് അതിന് ലോഞ്ച് ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി, അവരെ കാണാൻ വേണ്ടി ഞാൻ പോവുകയാണ് ഗൈസ്, അത് കാണാനില്ല. അപ്പോൾ ഞാൻ ബസ് ഇറങ്ങി. ഇവിടെ നല്ല മഴയാണ് ഗൈസ്, ഉടുക്കത്തെ മഴ, ഭയങ്കര ഐശ്വര്യം തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ലുലുവിൻ്റെ എൻട്രൻസ് എത്താറായി. ഇവിടെ നിറച്ചും വെള്ളവും ഇതൊക്കെ കെട്ടിയിട്ട് നടക്കാനൊന്നും പറ്റണില്ല. ഞാനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ് അർജുനെയും ശ്രീധുവിനെയും കാണാനായിട്ട്. അയ്യോ അറിയില്ല അപ്പോൾ എന്താവെന്ന് അറിയില്ല. ജസ്റ്റ് കാണാനെങ്കിലും പറ്റിയാൽ മതി. ഇപ്പോൾ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ലെങ്കിലും അയ്യോ എനിക്കറിയില്ല, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ എനിക്കൊന്നും പറയാനൊന്നും കിട്ടുന്നില്ല. കുറേ നാളെ ഇങ്ങനെ കാണണം എന്നൊക്കെ വിചാരിച്ചിട്ട് അവരെ, പക്ഷേ അറിയില്ല, മേ ബി അവർ ഒരുമിച്ച് കാണാനായിരിക്കും എന്താ പറയുക ഇപ്പോൾ ആ ഒരു ഇത് ഭാഗ്യം. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ അർജുനെയും ശ്രീധുനെയും കാണും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ മെയിനായിട്ട് അവിടെ പേഴ്സണാലിറ്റി രണ്ടുപേരുടെയും ആ ഒരു ബോണ്ട് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്ത രണ്ട് വ്യക്തികളാണ്. അപ്പോൾ ഞാനവിടെ പോട്ടെ. ഇവിടെ നിറച്ച് തിരക്കുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ പോയിട്ട് ബാക്കി എന്താണെന്നൊക്കെ നോക്കാം, അവർ വന്നിട്ടുണ്ടോയെന്നൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ എൻട്രൻസിലേക്ക് കയറി. അപ്പം നമ്മുടെ ലുലു ആയതുകൊണ്ട് തന്നെ വർക്കിംഗ് ഡേ ആണെങ്കിൽ അത്യാവശ്യം തിരക്കൊക്കെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ആ ഒരു തിരക്കുണ്ടായിരുന്നു. പിന്നെ മഴ ആയതുകൊണ്ട് അവിടെ വെള്ളമൊക്കെ ഇതായി കിടന്നിട്ട് ആകെ ഇങ്ങനെ സ്ലിപ്പാവുമല്ലോ ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ. അപ്പം ഞാനപ്പോൾ അങ്ങനെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചൊക്കെ ഭയങ്കര പയ്യൊക്കെയാണ് നടന്നു പോയത്. ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്കറിയാം നല്ല പടായി അവിടെ കിടക്കുന്നറിയാം. കാരണം എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ പണി കിട്ടാറുണ്ട്. വീഴില്ലെങ്കിലും വീഴാനായിട്ട് പോവാറുണ്ട് പലപ്പോഴും. ഞാനപ്പോൾ അങ്ങനെ അകത്ത് കയറി. അപ്പോൾ അവിടെ കുട വയ്ക്കാനായിട്ട്, ഞാൻ കുട ഉണ്ടായിരുന്നല്ലോ കയ്യിൽ, ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ് നമുക്ക് അവിടെ കുട വയ്ക്കാൻ അവിടെ സ്പേസ് ഉണ്ടായിരുന്നു. അവിടെ ടോക്കൺ എടുത്ത് കുടയും വെച്ച് പേരൊക്കെ എഴുതി ഞാൻ അങ്ങോട്ട് പോകുന്നതുകൊണ്ട് ഭയങ്കര സൗണ്ട് ഉണ്ട്. അങ്ങനെ ഞാൻ നമ്മുടെ എൻട്രൻസ് ഉണ്ടല്ലോ, ഈ മെയിനായിട്ട് പരിപാടികളും സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ആ എൻട്രൻസിൽ പോയിട്ട് നോക്കി എന്താണ് അടുത്ത സംഭവങ്ങൾ കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ അവിടെ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്ന പോലെ എനിക്ക് തോന്നി. പക്ഷെ അവിടെ സ്റ്റേജിൽ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ആദ്യം ഓർത്തത് ഇതിനു വേണ്ടി അവർ എന്താ പറയുക സ്റ്റേജ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താന്നാണ്. പക്ഷെ അവിടെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അവിടെ ബ്യൂട്ടി ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബ്യൂട്ടി ഫെസ്റ്റ് നടക്കുന്നതിൻ്റെ ഇടയിൽ ആ ഒരു ഇൻ്റർവെല്ലിൻ്റെ ടൈമായിരുന്നു ഞാൻ ചെന്ന സമയത്ത്. എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. എൻ്റെ രണ്ട് ഫ്രണ്ട്സും കൂടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ ഇപ്പം ഞാൻ ഒറ്റയ്ക്കുള്ളൂ ഇവിടെ. അപ്പോൾ പ്രിയതമ എന്ന് പറഞ്ഞ മ്യൂസിക്കൽ ലോഞ്ചിൻ്റെ റിലീസാണെന്ന്. അപ്പോൾ അതിന് വേണ്ടിയാണ് അർജുനും ശ്രീധു ഇപ്പോൾ ഇവിടെ വന്നേക്കണത്. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. 5 മണിക്കെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാകുമ്പോഴേക്കും കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഐ എം സോ എക്സൈറ്റഡ്. അങ്ങനെ കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം അവരെ ഞാൻ കാണുകയാണ് ഗൈസ്, കാണുകയാണ്. അപ്പോൾ ഞാനപ്പോൾ അവിടെ ഇങ്ങനെ ചുമ്മാ വായ നോക്കി നിൽക്കുകയായിരുന്നു. എന്തായാലും 5 മണിയുടെ സമയമുണ്ടല്ലോ, ഇപ്പോൾ 4:10 ആയിട്ടുള്ളൂ. അപ്പോൾ ഞാനപ്പോൾ വിചാരിച്ചു ചുമ്മാ അവിടെ കുറച്ച് നേരം, എനിക്കറിയില്ല ആൾക്കാർ കൂടുതൽ തിരക്കായി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഫ്രണ്ടിലൊന്നും നിൽക്കാൻ പറ്റിയില്ലെങ്കിലും മര്യാദയ്ക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും എന്നൊക്കെ വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന് അധികം പോകുന്നുണ്ടായിരുന്നില്ല. അവിടെ തന്നെ സ്റ്റേജിൻ്റെ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു അവർ വന്നതിൻ്റെ അവിടെ. അപ്പോൾ ഇങ്ങനെ അവിടെ കുറേ പ്രൊഡക്റ്റിൻ്റെ സംഭവങ്ങൾ ഇതാക്കാനൊക്കെ ആയിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു ചേച്ചിയുടെ അടുത്ത് വന്നിട്ട് ചോദിച്ച് ഒരു പ്രൊഡക്റ്റ്, ഭയങ്കര സൗണ്ട്, ഒരു പ്രൊഡക്റ്റ് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാനായിട്ട് വരുമോയെന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ പോയിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് അവരെനിക്ക് പ്രൊഡക്റ്റൊക്കെ ഇട്ട് എൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ദേ ഗൈസ് കണ്ടോ, ഈ ഒരു ടോണർ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നു. ഷോ എന്താല്ലേ, നല്ല രസമുണ്ടായിരുന്നു. ചുമ്മാ രസം, ഇതൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. വെറുതെ ഞാനാദ്യം വിചാരിച്ചു അവരെന്താണ് പെട്ടെന്ന് എന്നെ ഞാൻ വെച്ച് ഞാൻ എന്തോ ചെയ്തിട്ട് എന്നെ ചീത്ത പറയാൻ വേണ്ടി തന്നെ വിചാരിച്ചു. പിന്നെയാണ് മനസ്സിലായത് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി വരുമെന്ന്. അവരുടെ പ്രൊഡക്റ്റ് പിടിച്ചിട്ട് ലൈക്ക് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി വരുമെന്ന് വെച്ചിട്ട് വിളിച്ച് പോയി. ടോണർ കിട്ടി. ഇനിയിപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഗൈസ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ബ്യൂട്ടി ഫെസ്റ്റ് ഉണ്ടെന്ന്. അപ്പോൾ അതിലെ കണ്ടസ്റ്റൻസിന് സെലക്റ്റഡ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിൻ്റെ റാമ്പാക്കും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോരോ സെക്ഷൻ വൈസ് ആയിട്ടാണ് കേട്ടോ ഇവരുടെ. ആദ്യം അവർ നോർമൽ ലുക്കിൽ വരും, അത് കഴിഞ്ഞിട്ട് അവർ മേക്ക് ഓവർ ചെയ്തിട്ടുള്ള ലുക്കിൽ വരും. അപ്പോൾ അങ്ങനെയൊക്കെ എന്നിട്ട് ജഡ്ജസ് ഓരോ ക്വസ്റ്റ്യൻസൊക്കെ അവരുടെ അടുത്ത് ചോദിച്ചിട്ട് അതനുസരിച്ചിട്ട് അവർ ആൻസർ ചെയ്യും. എന്നിട്ട് അങ്ങനെ. അപ്പോൾ നോക്കൂ ഗൈസ്, നമ്മുടെ അർജുനും ശ്രീതും അവരുടെ ആ മ്യൂസിക്കൽ ആൽബത്തിൻ്റെ ആ ഒരു കവറാണത്. അയ്യോ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അവരെ കാണാനായിട്ട്. ഇങ്ങനെ ഓരോരുത്തരൊക്കെ ആയിട്ട് വന്നു തുടങ്ങി. ഞാനപ്പോൾ ഇങ്ങനെ പോസ്റ്റായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. പക്ഷെ നമ്മൾ പറയുമല്ലോ, നമുക്കിപ്പോൾ ആഗ്രഹമുള്ള ആൾക്കാരെ കാണാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര പോസ്റ്റ് ആണെങ്കിലും നമ്മൾ നിൽക്കും. അവരെ കാണാനായിട്ടുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നമ്മൾ വെയിറ്റ് ചെയ്യും. അപ്പോൾ ഈ പാടിക്കൊണ്ടിരിക്കുന്ന മ്യൂസിക്കൽ ആൽബത്തിൻ്റെ മറ്റേ കമ്പോസറായിട്ടുള്ള മുരളീകൃഷ്ണ എന്ന് പറഞ്ഞ ആ ഒരു സിംഗറാണ്. അപ്പോൾ അത് മൈക്ക് ടെസ്റ്റ് ചെയ്യണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഒരു പാട്ട് പാടിയതാണ്. സത്യം പറയാമല്ലോ ഗൈസ്, ക്രൗഡിനൊന്നും ഒരു എനർജി ഉണ്ടായിരുന്നില്ല കേട്ടോ. ലൈക്ക് കൈയടിക്കാനോ അല്ലെങ്കിൽ തിരിച്ച് കൂടെ പാടാനോ ഒന്നും. എനിക്കാണെന്നുണ്ടെങ്കിൽ കുറേ നേരം ഇപ്പോൾ ബോറടിച്ച്. വേറെ ഒന്നല്ല, ലൈക്ക് നമ്മൾ ഇങ്ങനെ ചീറപ്പ് ചെയ്യണമല്ലോ ഇപ്പോൾ വല്ല സോങ് കേൾക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ. അങ്ങനത്തെ ഗൈസ് നമ്മുടെ അർജുനും ശ്രീതും വന്നു. എൻ്റെ പൊന്നോ, ഞാൻ അറിഞ്ഞില്ല. നമ്മൾ അനൗൺസൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല ഒരു വന്ന സമയത്ത്. ജസ്റ്റ് അവർ റാൻഡമായിട്ട് ഇങ്ങനെ ബാക്കിൽ നിന്ന് ഞങ്ങൾ സൈഡിലേക്ക് തിരിഞ്ഞപ്പോൾ അവർ വരണേ. അത്രയും നേരത്തെ ഫ്രണ്ടിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നല്ല, ഇങ്ങനെ പോസ്റ്റ് അടിച്ച്. പെട്ടെന്നായിരുന്നു അവരുടെ എൻട്രി. അടിപൊളി. അയ്യോ, എനിക്ക് ആ സമയത്ത് ഇങ്ങനെ എന്താ പറയുക, കിളി പോയ അവസ്ഥയായിരുന്നു. എനിക്ക് ഒരു പെട്ടെന്ന് കുറച്ച് നേരത്തേക്ക് ഞാൻ ഫ്രീസായിപ്പോയി. എന്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെയോ തോന്നി. ഭയങ്കര ഹാപ്പിയായി, ഭയങ്കര ഇഷ്ടം. പക്ഷെ അവർ വന്നതിന് ശേഷം മറ്റേ നമ്മുടെ ബ്യൂട്ടി കോൺടെസ്റ്റിൻ്റെ സംഭവം കണ്ടിന്യൂ ചെയ്തു കേട്ടോ. കുറച്ച് നേരം കൂടി അത് ഉണ്ടായിരുന്നു അവർ വന്നതിന് ശേഷം. ഞാനാണെങ്കിൽ എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ അയ്യോ എന്താ പറയട്ടെ, എനിക്കറിയില്ല. എൻ്റെ ഫേസിൽ കാണുന്നില്ലേ ഗൈസ് ആ ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷമൊക്കെ. ഗൈസ് അവർ വന്നതിന് ശേഷം അവിടെ മറ്റേ ബ്യൂട്ടി കോൺടെസ്റ്റിൻ്റെ എന്തോ പാർട്ടിസിപ്പേഷൻ പ്രൈസ് അതൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ കണ്ണ് മൊത്തം നോക്കൂ ഗൈസ്, അർജുനും ശ്രീതുവിലായിരുന്നു. ഞാൻ അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ഫുൾ സ്ക്രീനിലാണല്ലോ കണ്ടേക്കണത്. നേരിട്ട് കാണുമ്പോൾ അയ്യോ അവർ തമ്മിൽ ആ ബോണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. അത് കഴിഞ്ഞിട്ടും ആ ഫാഷൻ ബ്യൂട്ടി കോൺടെസ്റ്റിൻ്റെ കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടിയുള്ള റാമ്പാക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ വീണ്ടും സർപ്രൈസ്. നമ്മുടെ വിചാരിക്കാണ്ട് നമ്മുടെ ഗബ്രി, ജാസ്മിൻ, സിജോ, പിന്നെ അതുപോലെ തന്നെ നന്ദന, പിന്നെ മറ്റേ നിഷാന, അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ മറ്റേ ചേട്ടൻ്റെ പേരെന്തായിരുന്നു, ഞാൻ മറന്നുപോയി, രതീഷേട്ടൻ, അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. രതീഷേട്ടനും സിജോ ഒക്കെ ഇതിൽ ഓൾറെഡി ഒരു പാട്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സായി, നമ്മുടെ സീക്രട്ട് ഏജൻറ് ഉണ്ടല്ലോ, സായി അങ്ങനത്തെ കണ്ടില്ലേ, ആ ബ്ലൂ ടീഷർട്ട്, അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതേ ഗൈസ് എൻ്റെ ഫ്രണ്ട്സ് അപർണയുടെ അനീതി, അമൃതയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർ വന്നു. അങ്ങനെ അവരിപ്പോൾ വന്നുള്ളൂ. ഇപ്പോൾ മുരളീകൃഷ്ണ പാടിക്കൊണ്ടിരിക്കുന്ന പാട്ട് നമ്മുടെ അർജുനും ശ്രീധുവിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത പാട്ടാണ് ഗൈസ്. അപ്പം അങ്ങനെ മുരളീകൃഷ്ണൻ 2 പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ശരണ്യ, അവരാണല്ലോ, അതായത് ശരണ്യയുടെ ഹസ്ബൻഡുമാണ് ഈ ഒരു സ്കൈകോൾ എന്ന പ്രൊഡക്ഷൻ ഹൗസിൻ്റെ പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ അതിൽ വന്ന ഫസ്റ്റ് മ്യൂസിക്കൽ ആൽബമാണ് ഈ പ്രിയതമ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ലോഞ്ചാണ് അപ്പോൾ ഇന്ന്. പിന്നെ ചീഫ് ഗസ്റ്റ് ആയിട്ട് അനുശ്രീ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അനുശ്രീനെ സ്റ്റേജിലേക്ക് വിളിച്ചു. അപ്പോൾ അവരെല്ലാവരും കൂടി ചേർന്ന് പിന്നെ അവരുടെ പാരൻസ് എല്ലാവരും കൂടി ചേർന്നിട്ട് വിളക്ക് കത്തിച്ച് അതിൻ്റെ ഇത് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം പിന്നെ അനുശ്രീയുടെയൊക്കെ കുറച്ച് ടോക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ സ്വന്തം അർജുനെയും ശ്രീധുവിനെയും സ്റ്റേജിലേക്ക് വിളിച്ചത്. സത്യം പറയല്ലോ ഗൈസ്, എനിക്ക് നല്ല രീതിയിൽ നല്ലോണം വിഷമമായി. കാരണം അവിടെ ഒരു ഓഡിയൻസ് പോലും കൈയടിക്കുന്നില്ല. ആര് വന്നിട്ടും ഇവരെന്നല്ല, അവിടെ നമ്മളിപ്പോൾ വിന്നേഴ്സ് അല്ലെങ്കിൽ ഇപ്പോൾ ഓരോരുത്തരിങ്ങനെ സ്റ്റേജിലേക്കൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ കുറച്ച് കൈയടിക്കുമല്ലോ, ചിയർ ചെയ്യും. അവിടുത്തെ ഓഡിയൻസ് എന്ന് പറയുന്നത് വെറുതെ ഞാൻ മാത്രമാണ് ഗൈസ് അവിടെ കിടന്ന് വെച്ചെടുത്തത്. അവിടെ ഫ്രീജൻ ഫാൻസൊക്കെ എവിടെയെന്ന് വെച്ചപ്പോൾ ഞാനാണ് അവിടെ കിടന്ന് ഇവിടെ ഉണ്ട്, ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. കാരണം കാറി പൊളിച്ച് ലൈക്ക് അവിടെ അത്രയും ഫ്രണ്ടിലോട്ട് എത്തണമല്ലോ എൻ്റെ സൗണ്ട്. എന്നിട്ട് എൻ്റെ സൗണ്ട് മാത്രമാണെന്ന് തോന്നുന്നു. അവിടെ വേറെ ഒരാൾ പോലും അവിടെ വെച്ചെടുത്തില്ല. ഞാൻ പക്ഷെ വെച്ചെടുത്ത്. അങ്ങനെ നമ്മുടെ ആ ഒരു ലോഞ്ച്, മ്യൂസിക്കൽ ആൽബത്തിൻ്റെ ലോഞ്ചൊക്കെ അതേ രണ്ടുപേരും കൂടി എല്ലാവരും കൂടി ചേർന്ന് അങ്ങനെ അത് ഇനോഗ്രേറ്റ് ചെയ്തു. ഒരു ലൈഫ് ചേഞ്ച്, എൻ്റെ ലൈഫ് എൻ്റെ ചേഞ്ച് ആയിരുന്നു. സോ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ആൽബത്തിൻ്റെ ചെറിയൊരു ഭാഗമാകാൻ പറ്റും. താങ്ക്സ്. കാരണം എന്താ വെച്ചാൽ ബിഗ് ബോസ് ഉള്ളിൽ തന്നെ ഷർണി പറഞ്ഞായിരുന്നു ഈ ഒരു പ്രൊഡക്റ്റ്, ഈ ഒരു ബാനർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് എസ്റ്റാബ്ലിഷായി അതിൻ്റെ ഫസ്റ്റ് പാർട്ടാകാൻ പറ്റിയത് വളരെ സന്തോഷം. എനിക്കാണ് സന്തോഷം നിങ്ങളെ കിട്ടിയത്, സത്യം പറയുന്നത്. സോ
സോ ലൈക്ക് ഇവര് കുറേ ഫാമിലി ഉണ്ടാക്കിയ ഒരു പ്രൊഡക്ഷനാണ്. അതിൽ ഞങ്ങളുടെ ഫസ്റ്റ് ആൽബം ഇതാണെങ്കിൽ അപ്കമിങ് ആൽബംസ് വെബ് സീരീസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നു. സോ അപ്കമിങ് ആൽബംസ് ആൻഡ് വെബ് സീരീസസ് എല്ലാം അവരുടെ പ്ലാനിലുണ്ട്. സോ ഇതൊരു ജസ്റ്റ് സാമ്പിൾ മാത്രമല്ല, ഞങ്ങളെ വെച്ചെല്ലാം മോഡലിൽ കുറേ ആൾക്കാരെ വെച്ച് മാക്സിമം ചെയ്യും അല്ലേ. കുറേ ഇവിടെ തന്നെ ബിക്കോസ് സിജോ വെച്ചിട്ട് പുതിയൊരു സിനിമ ഇവർ പ്ലാൻ ചെയ്യുന്നതാണ്. ഓക്കെ, സോ എന്തെങ്കിലും മക്കളെ ഹലോ മക്കളെ, എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു. സോ ഇവിടെ വന്നിട്ട് ശരണ്യ ചേച്ചി ആഗ്രഹിച്ച ഒരു സ്കൈ കോഡിൽ വന്നിട്ട് ആദ്യമായിട്ട് ഞങ്ങളെ വെച്ചിട്ട് നമുക്ക് ഓപ്പർച്യൂണിറ്റി തന്നിരുന്നു. ശരണ്യ ചേച്ചിക്ക് വളരെ നന്ദി. ആൻഡ് ഓൾസോ ഇതേപോലെ കുറേ പ്രോജക്ട്സ് സ്കൈ കോഡിൽ വരാൻ വേണ്ടി എൻ്റെ ബെസ്റ്റ് വിഷസ്. ആൻഡ് യെസ്, താങ്ക് യു. നമ്മുടെ പ്രോജക്റ്റിൽ ശ്രീതു അർജുനായിട്ട് ചില മക്കളുമാരുണ്ട് ഇവിടെ ഒളിച്ചിരിക്കുകയാണ് അവർ സൈഡില്. എവിടെയാണ് ആ മക്കളുമാര്? ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. ഇതാണ് ചെറിയ ശ്രീതു അർജുനായിട്ട് ചെയ്തത്. എങ്ങനെ ഉണ്ടായിരുന്നു? കണ്ടായിരുന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു? അർജുനായിട്ട് തോന്നിയോ നീ? അർജുൻ ശ്രീതു അല്ല. എന്താ പേര് പറഞ്ഞ് ചേട്ടൻ ചേച്ചിമാരെ അറിയട്ടെ. എന്താ പേര്? ഈ രണ്ട് മക്കളുമാരാണ് 4 മണിക്ക് രാവിലെ ഷൂട്ടിംഗ് ആയിരുന്നു. അപ്പോൾ അവർ ഓരോ പ്രോബ്ലം ഇല്ലാതെ വന്ന് മേക്കപ്പ് ചെയ്തിട്ട് ആ വന്ന ഷൂട്ടിംഗ് ഷെയ്ഡുമായിട്ട് അവർ ചെയ്തു. സോ ഈ പിള്ളേർക്ക് വേണ്ടി ഒരു ക്ലാപ്പ് അടിക്കും. സോ ഞാൻ ഭയങ്കര താങ്ക്ഫുള്ളാണ്. ഒരു കോളെ വിളിച്ചുള്ളൂ എനിക്ക് ശ്രീതും അർജുൻ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ട്. പ്രിയതമ എന്ന് പറഞ്ഞ സോങ് എന്ന് പറയുന്നത് തന്നെ ഞങ്ങൾക്ക് പിന്നെ അതിന് ശേഷം കുറേ ടോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അവരുടെ റിലേറ്റഡ് തന്നെ ആൾക്കാരുടെ എല്ലാവരുടെയും. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ലാസ്റ്റ് എങ്ങനെയോ ഒരു സെൽഫി ഒപ്പിച്ച് ഗൈസ് ശ്രീജിനായിട്ട്. ഇതാണ് ഗൈസ് ആ സെൽഫി. നോക്കൂ, നമ്മുടെ ശ്രീജ്. അയ്യോ, എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട്. എനിക്ക് അറിയില്ല എനിക്ക് എന്താ പറയണ്ടേന്ന്. ഒത്തിരി ഹാപ്പി. ഞാൻ അവരെ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ എന്തൊക്കെയോ ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞ് സന്തോഷം കണ്ടു. പിന്നെ ഞാൻ ജാസ്മിൻ്റെ കൂടി ഫോട്ടോ എടുത്തു കേട്ടോ. അവിടെ കുറേ പേര് എടുക്കാനുണ്ട്, അപ്പോൾ എനിക്ക് എടുക്കാൻ തോന്നി. അപ്പം അങ്ങനെ പോയി എടുത്താണ്. അതായത് നമ്മളവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് ബസ്സിനാണ് പോയത്. അപ്പോൾ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. അപ്പോൾ ഓക്കെ ഗൈസ്, അത്രേ ഉള്ളൂ. ബൈ.